ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഞാൻ സാർ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഒരുപാട് പരിഹസിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി. അസാധ്യമെന്ന് നിങ്ങൾ വിധിച്ചതിനെ സാധ്യമാക്കിയ രാഷ്ട്രീയ ഭഗീരഥ പ്രയത്നത്തിന്റെ പേരാണ് സാർ ശ്രീ രാഹുൽ ഗാന്ധി. വെയിലും മഴയും മഞ്ഞുമേറ്റ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ആ മനുഷ്യൻ 4000 കിലോമീറ്റർ കാൽനടയായി കാതങ്ങൾ താണ്ടിയപ്പോൾ അതിനെ പഴംപൊരി പൊറോട്ട യാത്രയെന്ന് പരിഹസിച്ചവരാണ് സാർ നിങ്ങൾ. ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ, ഒന്ന് കൈകോർക്കാൻ പാതകൾക്ക് ഇരുവശവും പുരുഷാരം ഒഴുകി വന്നപ്പോ അതിനെ കണ്ടെയ്നർ യാത്രയെന്ന് പരിഹസിച്ചവരാണ് സാർ നിങ്ങൾ. ഇന്ത്യയുടെ ആത്മാവ് തിരിച്ചുപിടിക്കാൻ തെക്ക് സ്റ്റാലിൻ മുതൽ അങ്ങ് വടക്ക് ഒമർ അബ്ദുള്ള വരെയുള്ള ജനാധിപത്യ വിശ്വാസികൾ ആ മനുഷ്യനൊപ്പം നടന്നപ്പോ നിങ്ങൾ മാത്രമാണ് സാർ കളിയാക്കി ചിരിച്ചത്. നിങ്ങൾ മാത്രമാണ് സാർ അതിനോട് മുഖം തിരിച്ചു നിന്നത്. സാർ ആ മനുഷ്യനെ BJP പോലും മറന്നുപോയ പരിഹാസ പേര് വിളിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറായി. എന്നാൽ ആ മനുഷ്യന്റെ ഫോട്ടോ വെച്ച് രാജസ്ഥാനിലെ സിക്കാറിൽ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വോട്ട് പിടിച്ചു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന ചിത്രമുള്ള ബാഡ്ജ് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സു വെങ്കടേശ്വരൻ വോട്ട് പിടിച്ചു. ആ മനുഷ്യൻ മൂലം ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതൽ കനലുകൾ ഉണ്ടായി. ആ മനുഷ്യന്റെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചതുകൊണ്ട് മാത്രം ഈനാമ്പേച്ചിന്നും മരംപട്ടിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു സാർ. ഇനിയെങ്കിലും ആ മനുഷ്യനെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടേ സാർ.